തസ്കിയ 265 സലാഹുദ്ദീൻ 83. قال الإمام ابن حنبل بأن فتى أصابه برص في الأربعة تجمع خذ الأمور التي بها أمرت وما نهيت عنها فدع بالنظم منتظما يصح جسمك تقوى للتقى بقوى وأنت تجني غنى الدارين منتحما. ഇന്നലെ പറഞ്ഞല്ലോ, വിവരമില്ലാത്തവർ ചിലപ്പം പറയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല എന്ന്. അങ്ങനെ കുഴപ്പം ഉണ്ടാവുക എന്നതൊരു സാധ്യതയാണ്, പിന്നീടത് ഉണ്ടായിത്തീരും. ഈ വിവരദോഷിക്കൊരു പക്ഷേ അത് അനുഭവമില്ലാത്തത് ഭാവിയിൽ അയാൾ പിടികൂടാനിരിക്കുന്ന ദുരന്തം ഉള്ളതുകൊണ്ടായിരിക്കും. പെട്ടെന്നൊരു പക്ഷേ അത് എഫക്റ്റീവായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഖാലൽ ഇമാമു ഇബ്നു ഹംബലിൻ, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ബി അന്ന ഫതൻ അസ്വാബഹു ബറസുൻ ഫിൽ അർബിഅ തജമ. ബുധനാഴ്ച ദിവസം കപ്പിങ് ചെയ്ത ഒരാൾക്ക് വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായതായിട്ട് അനുഭവമുണ്ട് എന്ന്. അപ്പം അങ്ങനെ അനുഭവസ്ഥരും ലോകത്തുണ്ട് എന്നർത്ഥം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പ്രഗത്ഭനായ വ്യക്തിയാണല്ലോ. അദ്ദേഹം അതിന് കാരണം പറഞ്ഞിരിക്കുകയാണ്, ബുധനാഴ്ച കൊമ്പ് വെച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വർജിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഖുദിൽ ഉമൂറല്ലത്തി ബിഹ അമർത്തു വമാ നഹൈതു അൻഹ. ഞാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നീ സ്വീകരിച്ചോ, വിരോധിച്ച കാര്യങ്ങൾ നീ ഉപേക്ഷിച്ചോ, അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. എന്നാൽ യസിഹു ജിസ്മുക, നിൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകും. തഖ്വ ലിത്തുഖ ബിഖുവ, നിൻ്റെ ശക്തി കൊണ്ട് മുത്തക്കിയായി ജീവിക്കാൻ നീ ശക്തിയുള്ളവനായി തീരുകയും ചെയ്യും. അങ്ങനെ മുത്തക്കിയായി ജീവിക്കാനും അള്ളാഹുവിനെ വഴിപ്പെടാനും ആരാധന ചെയ്യാനും ആരോഗ്യം അനിവാര്യമാണ്. ആ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ സ്വീകരിച്ചോ, നടപ്പിൽ വരുത്തേണ്ടത് നടപ്പിൽ വരുത്തിക്കോ, അല്ലാത്തവ ഉപേക്ഷിച്ചോ. വഅൻത തജ്നി ഗിന ദാറൈനി മുൻതഹിമൻ, തീർച്ചയായിട്ടും രണ്ട് ലോകത്തെയും ഐശ്വര്യം നിനക്ക് അതിലൂടെ കരഗതമാക്കാൻ കഴിയും. ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നാം പകർത്തേണ്ട ധാരാളം നല്ല കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് മഹാനായ സലാഹുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖസീദതി കമുലത് ബിമൂജസിൻ ജമഅത് മാലാ കിബാറുൻ ഹവത് ഹു ഗൈറ മാ നുളിമാ. എൻ്റെ ഈ കവിതാശകലം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. വളരെ സംഗ്രഹമായിട്ടാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വലിയ വലിയ കിതാബുകളിലൊന്നും കാണാത്ത ചില തത്വങ്ങൾ, പോയിൻറ്റ്സുകൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ബൈത്തൻ വഫത് ബിസ്നൈനി ബഅദ മിഅ ബിഅശ്റത്തിൻ ഹുസിബത് സമ്മൈതുഹാ ഹിക്മാ. 132 ബൈത്തുകളാണ്, വരികളാണ് ഇതിലുള്ളത്. ഞാൻ ഇതിന് ഹിക്കമു എന്ന് പേര് വച്ചിട്ടുണ്ട്, തത്വങ്ങൾ എന്ന്. സ്വല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബുഇദഹു ബിഹി കുല്ല റുസുലില്ലാഹി ഖദ് ഖുത്തിമാ. ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇനി ഒരു നബി വരാനില്ല, മുഴുവൻ അമ്പിയാക്കന്മാരെയും പരിസമാപ്തിയാണ്. അങ്ങനെയുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മഹത്തായ അനുഗ്രഹങ്ങൾ ആദരവോടെ വർഷിച്ചു കൊടുക്കുമാറാകട്ടെ. മുഹമ്മദുൻ അലമൻ
മുഅയ്യദുൻ ഹിമമ മുമജ്ജദുൻ ഇളമൻ മുശയ്യദുൻ ഉമമ. അഥവാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണത്. തൻ്റെ പേര് മുഹമ്മദ് എന്നത്രേ. ഹിമ്മത്തുകൾ, മനക്കരുത്ത് വളരെ വലിയതാണ്, ശക്തിയാർജിച്ചതാണ്. വലിയ മഹത്വമുള്ള സമുദായം ആ പ്രവാചകരാൽ ശക്തരാണ്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വആലിഹിൽ ഉലമാ വസഹ്ബിഹിൽ ഖുറമാ മാ ഹറകത് സ്വനമൻ ഖുംറിയത്തുൻ നഗമാ. അവിടുത്തെ മഹാരഥന്മാരാകുന്ന കുടുംബത്തിൻ്റെ പേരിലും ആദരണീയരായ സ്വഹാബാക്കളുടെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് വർഷിക്കുമാറാകട്ടെ. ഖുംറിയ പക്ഷികൾ പാട്ടുപാടി കളകൂജനം മുഴക്കി വനം ചെടികളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം 83 ക്ലാസ്സുകളിലായി സലാഹുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അർത്ഥഗർഭമായ തത്വങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോക വിജയികൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.